കേരളം കാർഷിക സംസ്കൃതിയിൽ അധിഷ്ഠിതമായ ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹാരിത കൊണ്ടും അനുകൂല കാലാവസ്ഥ കൊണ്ടും അനുഗ്രഹീതമായ സംസ്ഥാനം. 4 കോടിയിൽ പരം വരുന്ന ജനസംഖ്യയും എന്നാൽ വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയ ഇടപെടലുകൾ മൂലം ഭാരതത്തിൽ പിന്നോക്കം നിൽക്കുന്ന നാട്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വിദേശ വരുമാനം പ്രമുഖമായ സ്ഥാനം വഹിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു പരിതസ്ഥിതിയെ മുതലെടുത്തുകൊണ്ട് വിദേശ മലയാളികളെ പാട്ടിലാക്കുവാനുള്ള ധാരാളം പദ്ധതികൾ കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഉയർന്നു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള വികസനങ്ങൾ നാടിൻ്റെ കാർഷിക മേഖലയെയും പരിസ്ഥിതിയെയും എത്രത്തോളം നാശത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളത് നാം കേരളീയർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് ആറന്മുള. യുനെസ്കോയുടെ പൈതൃക ഗ്രാമം എന്ന പദവി നേടിയ ആറന്മുള ഇന്ന് ഭീതിയുടെ നിഴലിൽ ജീവിക്കുന്നു. വൻകിട അന്താരാഷ്ട്ര കുത്തകകളായ റിലയൻസിനെ പോലെയുള്ള ഭീമന്മാരുടെ ധനസഹായത്തോടെ ഒരു നാടിൻ്റെ തന്നെ നിലനിൽപ്പിലേക്ക് വിരൽ ചൂണ്ടുകയാണ് KGS എന്ന കമ്പനിയുടെ നേതൃത്വത്തിലുള്ള വിമാനത്താവള പദ്ധതി. ഈ മല്ലപ്പശ്ശേരി പഞ്ചായത്തും കടങ്ങന്നൂർ പഞ്ചായത്തും ആറന്മുള പഞ്ചായത്തും ഇങ്ങനെ വിവിധ പഞ്ചായത്തുകളിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ ഈ മല്ലപ്പശ്ശേരിയെ ഈ പ്രദേശങ്ങളെയെല്ലാം ഒന്നടങ്കം നശിപ്പിക്കത്തക്ക രൂപത്തിൽ ഇങ്ങനെയൊരു വിമാനത്താവളത്തിൻ്റെ ആവശ്യകത നമ്മളെ ഈ പ്രദേശത്തില്ല. കാർഷിക വായ്പയെടുത്ത് ഭൂപണയ ബാങ്കുകളുടെ ജപ്തി ഭീഷണി നേരിട്ടിരുന്ന ഒരു പറ്റം കർഷക കുടുംബങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഒരു കാലത്ത് പൊന്നു വിളഞ്ഞിരുന്ന ആറന്മുള പുഞ്ചയിൽ കൃഷിപ്പണിക്ക് ആളെ കിട്ടാതെ കടം കയറി നട്ടം തിരിഞ്ഞ കർഷകരുടെ മുന്നിലേക്ക് സഹായഹസ്തവുമായി എബ്രഹാം കലാമണ്ണിൽ എന്ന വിദേശ മലയാളി എത്തി. ഇദ്ദേഹത്തിന് ഈ പാടശേഖരങ്ങൾക്ക് അരികിലുള്ള വസ്തുവിൽ നാടിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്കായി എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുവാൻ എന്ന വ്യാജേന തുച്ഛമായ വിലയ്ക്ക് വാങ്ങിക്കൂട്ടിയ വസ്തു KGS എന്ന കമ്പനിക്ക് കൈമാറിയപ്പോഴാണ് ആറന്മുളക്കാരുടെ നെഞ്ചിടിപ്പിന് വേഗത കൂട്ടിക്കൊണ്ട് ആറന്മുളയുടെ ഹൃദയഭൂമിയിൽ വിമാനത്താവളം വരാൻ പോകുന്നു എന്ന് കേട്ടു തുടങ്ങിയത്. ഈ ഒരു പദ്ധതി എയറോട്രോപോളിസ് എന്ന് പറയുന്ന ഈ പദ്ധതി നടപ്പാവുമ്പോൾ ഏകദേശം 1800-നും 3000-നും ഏക്കർ സ്ഥലത്തിനിടയിൽ അവർക്ക് ലോങ് റൺ ആവശ്യമുണ്ട്. ആ പരിതസ്ഥിതിയിൽ നമ്മുടെ കണക്കുകൂട്ടലിൽ ഒരു 10 വർഷത്തിനുള്ളിൽ ഒരു 3000 കുടുംബങ്ങൾ, ഇമീഡിയറ്റായിട്ട് 1000 കുടുംബങ്ങളും വിതിൻ 10 years 3000 കുടുംബങ്ങൾ ആറന്മുളയിൽ നിന്ന് മാറിപ്പോകേണ്ടതായിട്ട് വരുന്നൊരു പരിസ്ഥിതി വരുന്നതാണ്. നമ്മൾ മനസ്സിലാക്കുക, 50 വർഷമായ തിരുവനന്തപുരം എയർപോർട്ടിന് ഇപ്പോഴും ഡെവലപ്മെൻറ്റ് വരുമ്പം ആൾക്കാർ പുറത്തോട്ട് വീട് വിട്ട് പോകേണ്ട ഗതികേടിലേക്ക് വരികയാണ്. അത് ആറന്മുളയിൽ ഏറ്റവും തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഈ ആറന്മുളയിൽ ഈ വളരെയേറെ ആൾക്കാർ 3000 കുടുംബങ്ങൾ വിതിൻ 10 years ഇവിടുത്തുകാരല്ലാതായി മാറേണ്ട ഒരു പരിസ്ഥിതി വരികയാണ്. ഇതിന് നാന്ദി കുറിച്ചുകൊണ്ട് 2004-2005 കാലഘട്ടങ്ങളിൽ ഒരു ചെറുവിമാനം കലാമണ്ണിൽ വാങ്ങി മണ്ണിട്ട് നിരപ്പാക്കിയ സ്ഥലത്ത് ഇറങ്ങുകയും ചെയ്തു. ആദ്യമൊക്കെ നാട്ടുകാർ കരുതിയത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആവശ്യത്തിലേക്ക് ആയിരിക്കും എന്നായിരുന്നു. ആറന്മുള വിമാനത്താവളം കൊണ്ടുവന്ന ഫ്ലൈയിങ് സ്കൂളായിട്ടാണ് ആദ്യം ഇവിടെ കൊണ്ടുവന്നത്. അതിന് ജനങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ലായിരുന്നു. പിന്നെയാണ് അറിയുന്നത് ഇത് വ്യവസായ മേഖലയാക്കിയിട്ട് ആറന്മുള വിമാനത്താവളം സംവിധാനം. അപ്പോൾ ജനങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ കാടും തോടും എല്ലാം വെട്ടിത്തെളിച്ച് കൃഷി എല്ലാം നശിപ്പിച്ച് നട്ട ഈ വിമാനത്താവളം കൊണ്ട് ജനങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല. എന്നാൽ നാട്ടുകാർ പോലും അറിയാതെ ഓരോരുത്തരുടെയും പേരിലുണ്ടായിരുന്ന സ്ഥലങ്ങൾ ഉദ്യോഗസ്ഥ മേലാളന്മാരുടെ സഹായത്തോടെ KGS കമ്പനിയുടെ പേരിലേക്ക് പോക്കുവരവ് ചെയ്തു വാങ്ങിയപ്പോഴാണ് തങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നത്. നെൽവയൽ നികത്തിയാൽ വെള്ളം കൂടി മുട്ടും എന്ന് പറയുന്നത് ഏതെങ്കിലും ജീവികൾക്ക് വേണ്ടിയല്ല. ഒന്നാമത്തെ കക്ഷി അതായത് മനുഷ്യൻ തന്നെയാണ്. വായുവിന് പ്രശ്നം ഉണ്ടാകുമോ എന്ന് നോക്കുന്നത് മനുഷ്യന് പ്രശ്നം ഉണ്ടാകുമോ മറ്റ് ജീവജാലങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടിയാണ്. അല്ലാതെ വേറെ എങ്കിലും തവളയുടെയും പല്ലിയുടെയും പാറ്റയുടെയും കാര്യത്തിന് വേണ്ടിയല്ല. ഒന്നാം നമ്പർ നിൽക്കുന്നത് മനുഷ്യൻ തന്നെയാണ്.
അപ്പോൾ പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നമ്പർ 1 മനുഷ്യനാണ്. മനുഷ്യനടക്കമുള്ള എല്ലാവർക്കും കുഴപ്പമുണ്ടാകുമോ എന്ന പരിശോധന. ആ പരിശോധന ശുദ്ധ തട്ടിപ്പാണ് ഈ പറയുന്ന KGS എന്ന് പറയുന്ന വിമാനത്താവള കമ്പനി നടത്തിയിരിക്കുന്നത്. എൻവിറോ കെയർ എന്ന് പറയുന്ന മധുരൈ ബേസ്ഡ് ആയിരിക്കുന്ന ഒരു കമ്പനിയെ കൊണ്ടാണ്, സ്ഥാപനത്തെ കൊണ്ടാണ് ഈ പഠനം നടത്തിയിരിക്കുന്നത്. അവർ വന്ന് നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല, അവിടെ വയലുണ്ടെന്ന് പറയുന്നില്ല, തണ്ണീർത്തടമാണെന്ന് പറയുന്നില്ല, ഇതെല്ലാം മറച്ചു വെക്കുകയാണ്. നമുക്ക് ആർക്ക് കാണുമ്പോഴും ഏത് ദൃശ്യം കാണിക്കുമ്പോഴും ആറന്മുളയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളെല്ലാം കാണിക്കുന്നത് ആറന്മുളയിലെ വയലിനെയാണ്. പക്ഷേ ഈ വയലിൻ്റെ കാര്യത്തെക്കുറിച്ച് പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ടിൽ മിണ്ടിയിട്ടേ ഇല്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് എങ്ങനെയാണ് അംഗീകരിക്കാനാവുക? ആറന്മുളയിലെ നെൽവയലുകൾ നികത്താൻ അനുവാദം വേണമെന്ന് ഒരു വഴിക്ക് കൂടി KGS കമ്പനി കേരള സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴിവാക്കണം, ഇത് നികത്താൻ അനുവാദം കിട്ടാൻ വേണ്ടിയാണത്, അങ്ങനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു വേറൊരു അപേക്ഷ ഗവൺമെൻറ്റിന് കൊടുക്കുന്നു. ഇതേ കമ്പനി തന്നെ ഇവിടെ നെൽവയൽ എന്ന് പറയുന്ന സാധനം ഇല്ല എന്നും പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ അപേക്ഷ കൊടുക്കുന്നു. ഇതിനെങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയുക? കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ അന്ന് വ്യാജരേഖകൾ ചമച്ച് KGS കമ്പനി കൈക്കലാക്കിയ ഭൂമിയിലേക്ക് മാർച്ച് നടത്തി രക്തപതാക സ്ഥാപിച്ചു. ആറന്മുളയിൽ ഇങ്ങനെയൊരു വിമാനത്താവളം എന്ന് പറയുന്നത് ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യമല്ല. ഏകദേശം 4000-ഓളം കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ടും നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നികത്തിക്കൊണ്ടും വേണം ഇവിടെ ഈ എയർപോർട്ട് സ്ഥാപിക്കാൻ. അങ്ങനെ ഒരു എയർപോർട്ട് സ്ഥാപിക്കാൻ, അതിൻ്റെ റൺവേ തയ്യാറാക്കാൻ അവർ കൊടുത്തിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ടും പ്രകാരം തന്നെ ഏറ്റവും കുറഞ്ഞത് ഞങ്ങൾ കണക്ക് കൂട്ടിയപ്പോൾ 78 ലക്ഷം ലോഡ് മണ്ണ് വേണം. 78 ലക്ഷം ലോഡ് മണ്ണ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെൽവയലുകൾ നികത്തുക എന്നുള്ള ഒരു പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകുന്നതോടൊപ്പം മലകളാകെ ഇടിച്ചു നിരത്തുന്ന അവസ്ഥയും സംജാതമാകും. ആറന്മുള, കിടങ്ങന്നൂർ, മല്ലപ്പുഴശ്ശേരി, മെഴുവേലി, കൊളനട വില്ലേജുകളാകെ തകരുന്ന അവസ്ഥയിലേക്കും അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവുമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതിനെപ്പറ്റി കമ്പനി അധികൃതർ പ്രചരിപ്പിക്കുന്നത് കുറേ ആളുകൾക്ക് തൊഴിൽ കിട്ടുമെന്നും വിദേശത്ത് പോയിട്ടുള്ളവർക്ക് എളുപ്പം നാട്ടിലെത്താൻ കഴിയും എന്നുള്ളതാണ്. ആ ഒരു വികാരം വളർത്തിക്കൊണ്ടുവരാനും വിമാനത്താവളം എന്ന് പറയുന്നത് ഒരു വികസന പ്രവർത്തനമാണ് എന്ന് വരുത്താനുമാണ് കമ്പനി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന വാദഗതിയല്ല. ആറന്മുള പ്രദേശത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ചുറ്റുപാടുമുള്ള മേഖലകളിൽ വിദേശ മലയാളികൾ ഒട്ടേറെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അവരെ ഇതിനനുകൂലമാക്കാൻ വേണ്ടിയിട്ടും തങ്ങളുടെ ബിസിനസ് താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗിക്കാനുമാണ് KGS കമ്പനി നിരന്തരമായി ശ്രമിച്ചു വരുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ മേൽപ്പറഞ്ഞ സ്ഥലത്തേക്ക് സമരങ്ങളുമായി ജനങ്ങളെത്തി. അന്നു മുതൽ ആറന്മുള സമരത്തിലാണ്, അതിജീവനത്തിൻ്റെ സമരം. ആറന്മുളയിൽ ഒരു വിമാനത്താവളത്തിൻ്റെ ആവശ്യമില്ല. ആറന്മുള പൈതൃക സംസ്കാരം നിലനിൽക്കുന്ന, ലോകത്ത് തന്നെ പൈതൃക ഗ്രാമം എന്നുള്ള നിലയ്ക്ക് വിശേഷിപ്പിക്കുന്ന വളരെ ലോകപ്രസിദ്ധമായ സ്ഥലമാണ് ആറന്മുള. അപ്പോൾ ആറന്മുളയിലെ ചരിത്രവും ആറന്മുളയുടെ സംസ്കാരവും ആറന്മുളയുടെ പൈതൃകവും നശിപ്പിച്ച് ആറന്മുളയുടെ പരിസ്ഥിതി തകർത്തുകൊണ്ട് ഒരു വിമാനത്താവളം ആറന്മുളയിൽ ആവശ്യമില്ല. ഒരു വിമാനത്താവളം എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ആ നിലയ്ക്കുള്ള ഒരു വികസനം, പരിസ്ഥിതിയെ തകർത്തുകൊണ്ടുള്ള ഒരു വികസനത്തിനും BJP അനുകൂലമല്ല. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനത്തിനാണ് BJPയുടെ അനുകൂല നിലപാട് സ്വാഭാവികമായിട്ടും ഉള്ളത്. അതുകൊണ്ട് തുടക്കം മുതൽ BJP തുടങ്ങിവെച്ച, ആറന്മുളയിൽ തുടങ്ങിവെച്ച ഈ ഒരു സമരം വികസനത്തിനെതിരല്ല, മറിച്ച് പരിസ്ഥിതിയെ തകർത്തുകൊണ്ട്, പരിസ്ഥിതിയെ മലകളും കുന്നുകളും ഇടിച്ചു നിരത്തിക്കൊണ്ട്, കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട്, നൂറുകണക്കിന് കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട്, ആറന്മുളയുടെ പൈതൃകവും സംസ്കാരവും നശിപ്പിച്ചുകൊണ്ട് ആറന്മുളയിൽ നടത്താൻ പോകുന്ന KGS ഗ്രൂപ്പ് എന്ന കോർപ്പറേറ്റ് ഭീമന്മാർ നടത്താൻ പോകുന്ന ഈ വിമാനത്താവള കമ്പനി, അത് ആറന്മുളയിൽ BJPയെ സംബന്ധിച്ചിട്ട് ആറന്മുളയിൽ ഈ വിമാനത്താവള കമ്പനി, വിമാനത്താവളവും അതിൻ്റെ പ്രവർത്തനവും അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടാണ് BJPക്കുള്ളത്.
അതിനുശേഷം മാറി മാറി സർക്കാരുകൾ വന്നെങ്കിലും മാറാത്ത ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഈ ഭൂമി മുഴുവൻ തങ്ങളുടെ പക്കലേക്കാക്കാൻ KGSന് ഒരു പരിധിവരെ കഴിയും. കഴിഞ്ഞ മന്ത്രിസഭാ കാലത്ത് ഈ ഉദ്യോഗസ്ഥ സ്വാധീനത്താൽ തന്നെ ആറന്മുളയെ വ്യവസായ മേഖലയായി പ്രഖ്യാപിപ്പിക്കുവാനും KGSന് കഴിഞ്ഞു എന്നുള്ളത് ജനാധിപത്യ വ്യവസ്ഥയിൽ അപകടകരമായി വളരുന്ന ഉദ്യോഗസ്ഥ ഭരണത്തിൻ്റെ നേർക്കാഴ്ചയാണ്. ആറന്മുള കേരളത്തിലെ ഗ്രാമീണ സംസ്കൃതി നിലനിൽക്കുന്ന ചുരുക്കം ചില പ്രദേശങ്ങളിലൊന്നാണ്. ഒരു നാട്ടിലെ ഒരു ഗ്രാമ സംസ്കാരം വളർന്നു വരുന്നത് എത്രയോ തലമുറകളായിട്ട് എത്രയോ ആൾക്കാരെ അവരെ ജീവിതത്തിലൂടെ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സംസ്കാരമാണ്. അപ്പം അതിനെ ഒരു വ്യവസായ നഗരമാക്കി മാറ്റിക്കൊണ്ട് ആ സംസ്കൃതി നശിപ്പിക്കുക എന്ന് പറയുമ്പോഴേ അത് അക്ഷന്തവ്യമായ ഒരു കുറ്റം തന്നെയാണ്. വളരെ നിഷ്കളങ്കരായ ജനങ്ങളെ ശാലീന സൗന്ദര്യം തുടിക്കുന്ന ഗ്രാമഭംഗി, പച്ചപ്പും കൃഷിയും ഒക്കെ നിറഞ്ഞ ഇത്രയും മനോഹരമായ ഒരു പ്രദേശം കേവലം ഏതാനും ചില ആൾക്കാർക്ക് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രകൃതിയോടും ഭാവി സമൂഹത്തോടും ചെയ്യുന്ന ഒരു ക്രൂരതയാണ്. 2000 കോടി രൂപ മുതൽ മുടക്കിൽ ഭാരതത്തിലെ വൻകിട കുത്തകകളുടെ സഹായത്തോടെ യുനെസ്കോ പൈതൃക ഗ്രാമമായി പ്രഖ്യാപിച്ച ആറന്മുളയിൽ വിമാനത്താവള പദ്ധതിയുമായി KGS കടന്നുവരികയാണ്. 4000-ലധികം കുടുംബങ്ങളെ വഴിയാധാരമാക്കിയും ഒരു നാടിൻ്റെ തന്നെ പൈതൃകം നശിപ്പിച്ചുകൊണ്ടും ഇങ്ങനെയൊരു പദ്ധതി നമുക്ക് ആവശ്യമാണോ? എന്നിട്ടും KGS അവരുടെ ഭാഗം ന്യായീകരിക്കുകയാണ് മനുഷ്യത്വരഹിതമായി. ഞങ്ങൾക്ക് ഇവിടെ വിമാനത്താവളം വേണമെന്ന് ഒരാഗ്രഹവും ഈ നാട്ടുകാർക്കില്ല. ഞങ്ങൾ ഈ പരിസരത്ത് താമസിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം എങ്ങനെയെങ്കിലും മുന്നോട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകണമെന്നുള്ള ആഗ്രഹമാണ്. അതുകൊണ്ട് ഈ ജയിപ്പിച്ച് വിട്ട ആൾക്കാരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു കാര്യം ചോദിക്കുകയോ ഞങ്ങളുടെ വിവരങ്ങൾ അറിയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അവർ ടൗൺഷിപ്പ് കൊണ്ടുവരുന്നെന്ന് പറയുന്നു. കൊണ്ടുവന്നിട്ട് ഞങ്ങളെ അടിച്ചമർത്തി കളയാനല്ലാതെ ഞങ്ങളുടെ നാട്ടുകാർക്ക് ഒരു ഉപയോഗത്തിനുമല്ല അവർ ചെയ്യുന്നത്. ടൗൺഷിപ്പ് വന്ന് ഞങ്ങളുടെ നാടിന് ഒരിതും വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്പലവും ഞങ്ങളുടെ പള്ളികളും ഞങ്ങളും ജാതിമതമില്ലാതെ നോക്കുന്ന ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഇതുപോലെ തന്നെ ജീവിച്ചു പോകാൻ കോടതിയോ മറ്റു മന്ത്രിസഭയോ തീരുമാനിച്ചാലും അതേ ഉള്ളൂ ഞങ്ങൾക്ക് ഉപകാരമായിട്ടുള്ളത്. അവർ പണക്കാരെന്ത് പ്രയോജനം ചെയ്താലും ഞങ്ങൾക്കത് ഉപകാരമല്ല. ഞങ്ങൾക്ക് സാധാരണ ആൾക്കാരായിട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് BPL കാർഡാണ് ഞങ്ങളുടെ ഇവിടെ മൊത്തവും കൂടുതലും. പിന്നെ പണക്കാരുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഇവിടെ ടൗൺഷിപ്പ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ഇവിടെ കിടന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് ചത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് മാറത്തില്ല. ഞങ്ങൾ ഈ തിരുവാർമളയപ്പൻ്റെ പാദത്തിൽ ഞങ്ങൾ ഇവിടെ കിടന്ന് ചാകുകയല്ലാതെ ഞങ്ങളെ മാറ്റാൻ ഏത് ഗവൺമെൻറ് വന്നാലും ഞങ്ങൾ സമ്മതിക്കത്തില്ല. കേരളത്തിലും തൊട്ടടുത്ത സംസ്ഥാനങ്ങളുടെ ഭാഗങ്ങളിലുമായി 5-ലധികം വിമാനത്താവളങ്ങളുടെ ഗുണം ലഭിക്കുന്ന കേരളത്തിന് ഇനിയൊരു വിമാനത്താവളം കൂടി ആവശ്യമുണ്ടോ? വള്ളംകളിയുടെയും വഞ്ചിപ്പാട്ടിൻ്റെയും ഈണത്തിലും താളത്തിലും സൗന്ദര്യം തുളുമ്പി നിന്ന ആറന്മുള എന്ന മനോഹര ഗ്രാമത്തിൻ്റെ ജീവനും ജീവസ്സുമായ പുത്തരിക്കണ്ടവും പുത്തരിയാലും പുഞ്ചകളും മണ്ണിട്ട് നികത്തി കോടികൾ കൊയ്യാൻ വരുന്ന KGS എന്ന വ്യവസായ ഭീമന്മാർക്കെതിരെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ ആറന്മുളക്കാർ അവരുടെ നിലനിൽപ്പിനായി പൊരുതുകയാണ്. ആറന്മുള വിമാനത്താവള പദ്ധതിക്കെതിരെ കഴിഞ്ഞ 2.5 വർഷത്തോളമായി ഇവിടുത്തെ ജനങ്ങൾ ഒരു സംയുക്തമായൊരു സമരത്തിലാണ്. അതിനകത്ത് കക്ഷിരാഷ്ട്രീയങ്ങളില്ല, ജാതി വ്യത്യാസങ്ങളില്ല. പൈതൃക ഗ്രാമകർമ്മസമിതി കഴിഞ്ഞ 2 വർഷമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണ്. പൈതൃക കർമ്മസമിതിയുടെ ഉദ്ദേശം തന്നെ ഈ ആറന്മുള നിലനിർത്തുക, അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പൗരാണിക രീതിയിലും അതിൻ്റെ ചരിത്രപരമായ രീതിയിലും പൈതൃകത്തോടുകൂടി അത് നിലനിർത്തുക എന്നതാണ്. ഒരു വിമാനത്താവളം വന്നാൽ വരാവുന്ന ബുദ്ധിമുട്ടിനെപ്പറ്റി വളരെയേറെ പഠനം നടത്തിയ ശേഷമാണ് ഈ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഈ ആറന്മുള പുഞ്ച എന്ന് പറയുന്നത് പമ്പാനദിയുടെ ഏറ്റവും കൂടുതൽ വെള്ളം കയറി കിടക്കുന്ന പ്രദേശമാണ്.
നാരങ്ങാണം മുതൽ നീർവിളാകം വരെ ഏകദേശം 3600 ഏക്കർ സ്ഥലത്ത് വെള്ളം കയറിക്കിടന്ന് ആ വെള്ളപ്പൊക്ക സമയത്ത് കയറുന്ന വെള്ളം ഫേസ്ഡ് മാനറിൽ വളരെ പതുക്കെ കുട്ടനാടൻ ഏരിയയിലേക്ക് കോഴിത്തോട് വഴി കടത്തിവിടുമ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ട് വാട്ടർ ഉണ്ടാകുന്ന ഏരിയയായിട്ട് മാറുകയാണ്. പമ്പാ നദിയിലെ ഏറ്റവും വലിയ ക്യാച്ച്മെൻറ്റ് വെള്ളത്തിൻ്റെ ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയ ആയിട്ട് തന്നെ ഇതിനെ കാണാം. അപ്പോൾ മണ്ണിട്ട് മൂടി കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന ജലം കിട്ടാക്കനിയായിട്ട് മാറുന്ന ബുദ്ധിമുട്ട്, ഇതിനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇതിനെ എതിർക്കുന്നത്. ഭാരതീയ തച്ചുശാസ്ത്രത്തിൻ്റെയും ശില്പകലകളുടെയും അഭൗമ സൗന്ദര്യമായി നിലനിൽക്കുന്ന 2000-ഓളം വർഷം പഴക്കമുള്ള ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം വിമാനത്താവള കമ്പനിയുടെ ഭീഷണിയിലാണ്. ക്ഷേത്രവും ഗോപുരവും ഭഗവാന്റെ കൊടിമരവും ഈ വ്യവസായ ഭീമന്മാർക്കായി തകർത്തു കളയണമത്രേ. ക്ഷേത്രത്തിൻ്റെ 4 കാവൽമലകൾ വിമാനം പറന്നു ഉയരുന്നതിന് തടസ്സമായതുകൊണ്ട് ഇടിച്ചു നിരത്തി സമതലമാക്കണമെന്നും പറയുന്നു. KGS എന്ന ഈ വിനാശത്തെ നേരിടാൻ ഒരു ജനത മുഴുവൻ അരയും തലയും മുറുക്കി ഊണും ഉറക്കവും കളഞ്ഞ് സമരം ചെയ്യുകയാണ്. ഇങ്ങനെയുള്ളൊരു ക്ഷേത്രം ഈ ആറന്മുളയിൽ നിലനിൽക്കുമ്പോൾ വിമാനത്താവളം സംബന്ധിച്ച് അപേക്ഷ സമർപ്പിക്കുന്ന കമ്പനി KGS ഗ്രൂപ്പ് ഈ ക്ഷേത്രത്തിൻ്റെ വിവരങ്ങൾ വളരെ വിശദമായി അപേക്ഷയിൽ ചേർക്കേണ്ടതായിരുന്നു. സാധാരണ ഒരു എയർപോർട്ടിന് അപേക്ഷ സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ ആദ്യമായി നൽകുന്നത് ഫോം 1 ഒരു പെർഫോമയാണ്. അത് പൂരിപ്പിച്ചാണ് കൊടുക്കേണ്ടത്. ആ അപേക്ഷാ ഫോറത്തിൽ വളരെ വ്യക്തമായൊരു ചോദ്യമുണ്ട്. വിമാനത്താവള പദ്ധതിയുടെ സമീപത്ത് ക്ഷേത്രം, സ്കൂള്, ആശുപത്രി ഇവയുണ്ടോ? KGS ഗ്രൂപ്പ് നൽകിയിരിക്കുന്ന വിവരം ഇല്ല എന്നാണ്. അപ്പം ഇല്ല എന്ന് ഉള്ള പച്ചക്കള്ളം 2010 കേന്ദ്ര ഗവൺമെന്റിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. ആറന്മുള, കിടങ്ങന്നൂർ, മല്ലപ്പുഴശ്ശേരി എന്നിവിടങ്ങളിൽ നേരിട്ടും പിന്നീട് സമീപഭാവിയിൽ തന്നെ അടുത്ത പഞ്ചായത്തുകളായ കുളനടയെയും മെഴുവേലിയെയും സാരമായി ബാധിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വൻ ജനരോഷത്തിനാണ് വഴിവെച്ചിട്ടുള്ളത്. ആറന്മുളയിലെ ജനങ്ങൾക്ക് മാത്രമല്ല ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പശ്ചാത്തല സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിമാനത്താവളത്തിലേക്കുള്ള മാർഗം തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളത് കൊളനട, ചെങ്ങന്നൂർ, കോഴഞ്ചേരി തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ നിന്ന് 45 മീറ്റർ വീതിക്കുള്ള റോഡുണ്ടാകണം എന്നാണ്. എന്ന് പറയുന്നത് 4 വരി പാതയെ സംബന്ധിച്ചാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വന്നാൽ ഈ 5 കേന്ദ്രങ്ങൾ, അതായത് റാന്നി, പത്തനംതിട്ട, തിരുവല്ല, ചെങ്ങന്നൂർ, കുളനട, ഈ 5 കേന്ദ്രങ്ങളിൽ നിന്ന് ഈ 4 വരി പാത ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ മേഖലകളിൽ ആർക്കും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. അവിടെയും കുടിയൊഴിപ്പിക്കലുണ്ടാകും. അപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് ഈ വിമാനത്താവള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്നത്. വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ദേശീയ പാതയുടെ അളവിൽ 45 മീറ്റർ വീതിയിൽ റോഡുകൾ വികസിപ്പിക്കുമ്പോൾ ആറന്മുളയിൽ നിന്നും കുളനടയിലേക്കും ചെങ്ങന്നൂരിലേക്കും പത്തനംതിട്ടയിലേക്കുമുള്ള ഭാഗങ്ങളിൽ തിങ്ങിപ്പാർക്കുന്ന ഒരു ജനത മുഴുവൻ കുടിയൊഴിഞ്ഞു കൊടുക്കേണ്ടതായി വരും. 5ഉം 10ഉം സെന്റ് വസ്തുവിൽ പരമ്പരകളായി താമസിക്കുന്ന കുടുംബങ്ങളാണ് ഇതിൽ അധികവും. മാത്രവുമല്ല, ആറന്മുളയ്ക്ക് സമീപമുള്ള കിടങ്ങന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെൻറ് UP സ്കൂൾ, റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ, ഹൈന്ദവ ക്രിസ്തീയ ആരാധനാലയങ്ങൾ എന്നിവയെല്ലാം തുടച്ചു നീക്കപ്പെട്ടേക്കാം. ഇപ്പോൾ ഏറ്റിരിക്കുന്ന ഈ കമ്പനി ജനദ്രോഹമായ നടപടിയാണ് സ്വീകരിക്കുന്നത്. ആ നടപടികളോട് ഇവിടെയുള്ള ജനത്തിനും യാതൊരു താല്പര്യവുമില്ല. ജനദ്രോഹമായ നടപടിയിൽ ഞങ്ങളും അതിന് പ്രതിഷേധിക്കുകയാണ്. അല്ല, ഈ എയർപോർട്ട് കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തോ ആറന്മുള പ്രദേശത്തോ ആർക്കും തന്നെ ഒരു വികസനവും ഉണ്ടാകുന്നതല്ല. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളിൽ സർക്കാരും മറ്റ് ആൾക്കാരും കൂട്ടി നിൽക്കുന്നത്
നമ്മുടെ പാവങ്ങൾക്ക് അതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. പിന്നെ ഇവിടെ റോഡിന് വികസനമാക്കിക്കൊണ്ട് പാവങ്ങളെ കുടിയൊഴിപ്പിച്ച് മാറ്റുന്നതിൽ യാതൊരു താല്പര്യവും ഞങ്ങൾക്കില്ല. 4 വരി പാത ഇപ്പോൾ 1 വരി പാത തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. പിന്നെ ആ 4 വരി പാത വന്നിട്ട് പാവം പിടിച്ച ജനങ്ങളെ കൊണ്ടുവന്ന് കുടിയറപ്പിക്കാൻ ഞങ്ങളാരും അതിന് താല്പര്യപ്പെടുന്നതല്ല. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജനങ്ങളുടെ ജീവിക്കുവാനുള്ള അവകാശത്തെ ഒരു പറ്റം കുത്തകകൾക്ക് മുന്നിൽ പണയം വയ്ക്കുവാൻ ഈ ജനത തയ്യാറല്ല. തെരഞ്ഞെടുപ്പിലൂടെ തങ്ങളുടെ നന്മയ്ക്കായി പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ജനങ്ങൾ ജയിപ്പിച്ചുവിട്ട ജനപ്രതിനിധികൾ തന്നെ ഈ ജനതയ്ക്ക് നേരെ വാളോങ്ങി നിൽക്കുന്ന ക്രൂരദൃശ്യവും നമുക്ക് ആറന്മുളയിൽ കാണാം. വ്യക്തമായ 12ൽ പരം നിയമലംഘനങ്ങൾ നടന്നിട്ടും KGSന് വിമാനത്താവള നിർമ്മാണത്തിനുള്ള അനുമതി എങ്ങനെ ലഭിച്ചു എന്നുള്ളത് ഇന്നും നിഗൂഢമാണ്. വിമാനത്താവള പദ്ധതി തുടക്കം മുതൽ നമ്മുടെ രാജ്യത്തെ നിയമങ്ങളുടെ ലംഘന പരമ്പരയാണ്. അതിൻ്റെ മുൻ ഉടമസ്ഥൻ ശ്രീ എബ്രഹാം കലമണ്ണിൽ 2005 നെൽവയൽ മണ്ണിട്ട് നികത്തി തുടങ്ങിയപ്പോൾ തന്നെ നിയമലംഘനങ്ങൾ ആരംഭിച്ചു. അന്ന് അദ്ദേഹം പണികൾ നടത്തുന്നതിന് വേണ്ടി പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു റിട്ട് ഹർജിയിന്മേൽ നിലവിലുള്ള എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കൂ എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. കൃഷിസ്ഥലം മണ്ണിട്ട് നികത്തുന്നത് അന്ന് കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡറിൻ്റെ ലംഘനമാണ്. ഒരു സ്വകാര്യ വ്യക്തി ഭൂപരിഷ്കരണ നിയമത്തിൽ അനുശാസിക്കുന്ന പരിധിയിൽ കൂടിയ സ്ഥലം വാങ്ങിക്കൂട്ടുന്നത് ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ലംഘനമാണ്. മണ്ണിട്ട് നികത്തിയപ്പോൾ വലിയ തോടിൻ്റെ ഭാഗമായിരുന്ന സ്ഥലവും കോഴിത്തോടിൻ്റെ ഭാഗമായിരുന്ന സ്ഥലവും നികത്തി. ഈ നികത്തലുകൾ പമ്പയാറ്റിലേക്ക് വെള്ളം ഒഴുകി ചെല്ലുന്നതിന് തടസ്സമുണ്ടാക്കി. ഈ 2 സ്ഥലവും തണ്ണീർത്തടങ്ങളാണ്. ഈ തണ്ണീർത്തടം നികത്തിയതിലൂടെ കേരളത്തിലെ ഇറിഗേഷൻ നിയമങ്ങൾ ലംഘിക്കുക, ദേശീയ അടിസ്ഥാനത്തിൽ തണ്ണീർത്തടങ്ങൾക്ക് ബാധകമായ നിയമങ്ങളെ ലംഘിക്കുക ഒക്കെയാണ് നടന്നത്. തണ്ണീർത്തടം നികത്തി സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഇന്ത്യയിൽ ആർക്കും അധികാരമില്ല. അതിന് അനുമതി കൊടുക്കാൻ ഒരു ഗവൺമെൻറ്റിനും നിയമപരമായി സാധിക്കില്ല, ഇന്ത്യ ഗവൺമെൻറ്റിന് പോലും. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ ആധാരം കൊടുക്കാത്ത, വിൽക്കാത്ത ഒരുപാട് ആളുകളുടെ സ്ഥലം കയ്യേറി മണ്ണിട്ടിട്ടുണ്ട്. പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരുമായ ആളുകളുടെ സ്ഥലങ്ങൾ വരെ ഇത്തരത്തിൽ കയ്യേറി. അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന നിയമത്തിൻ്റെ ലംഘനമാണ് ഈ കയ്യേറ്റങ്ങളിലൂടെ നടന്നത്. അതോടൊപ്പം ഈ വെള്ളമൊഴുക്ക് തടയുക എന്ന് പറയുന്നത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കി. അവിടുത്തെ പ്രകൃതിക്ക് രൂപാന്തരം വരുത്തുന്ന സാഹചര്യമാണ് ഈ മലയെല്ലാം ഇടിച്ച് മണ്ണിട്ട് നികത്തിയതിലൂടെ ഉണ്ടായത്. ഈ നിയമലംഘനങ്ങളാണ് ആറന്മുള വിമാനത്താവള പദ്ധതിയെ നിയമലംഘനങ്ങളുടെ പരമ്പരയായി ജനങ്ങൾ കാണാൻ കാരണമായത്. കേരള സർക്കാരിൻ്റെ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് അഥവാ സെസ് ആറന്മുളയിൽ നടത്തിയ പഠനത്തിൽ പരിസ്ഥിതിക്ക് യാതൊരു കോട്ടവും തട്ടില്ല എന്നാണ് KGS കമ്പനി വിമാനത്താവളത്തിൻ്റെ അനുമതിക്കായി സമർപ്പിച്ച രേഖയിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സെസ്സിൽ നിന്നും ലഭിച്ച വിവരാവകാശ രേഖയിൽ ഇവർ ഇങ്ങനെയൊരു പഠനം നടത്തിയിട്ടില്ല എന്നുള്ളത് വ്യക്തം. കിറ്റ്കോ എന്ന സർക്കാർ സ്ഥാപനം നടത്തിയ പഠനത്തിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിൻ്റെ ഉയരം കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതായി KGS കമ്പനി വെളിപ്പെടുത്തിയപ്പോൾ തങ്ങൾ നടത്തിയ പഠനത്തിൽ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞിട്ടില്ല എന്നും
രേഖകളിൽ വെള്ളം ചേർത്ത് KGS കമ്പനി വ്യാജമായി കെട്ടിച്ചമച്ചതാണ് ഈ റിപ്പോർട്ട് എന്ന് കിറ്റ്കോ തന്നെ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. പ്രശസ്ത ജൈവവൈവിധ്യ ഗവേഷണ സ്ഥാപനമായ സലീം അലി ഫൗണ്ടേഷൻ നടത്തിയ പഠനത്തിൽ ആറന്മുളയിലെ തണ്ണീർത്തടങ്ങളെക്കുറിച്ചും ജൈവവൈവിധ്യത്തെക്കുറിച്ചും വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, മാധവ് ഗാഡ്ഗിൽ എന്ന പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ നടത്തിയ ആറന്മുള സന്ദർശനത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ കേവലം വ്യവസായം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് കേരള സർക്കാരും ഇന്ന് KGS കമ്പനിയുടെ പക്ഷം ചേർന്നു. ഇത് ആറന്മുളയിൽ നടന്നു വന്ന ജനകീയ സമരത്തിന് ശക്തി കൂട്ടുക മാത്രമാണ് ചെയ്തത്. വിമാനത്താവളം സ്ഥാപിക്കുന്നത് ആറന്മുളയിലാണ്. വേറെ എങ്ങും സ്ഥാപിക്കാൻ ആറന്മുളയിൽ സ്ഥാപിക്കണമെങ്കിൽ ആറന്മുളയിലെ ജനങ്ങൾ തീരുമാനിക്കണം. ആറന്മുളയിലെ ജനങ്ങൾ പൂർണ്ണമായി വേണ്ട എന്ന് പറഞ്ഞ വിമാനത്താവളം സ്ഥാപിക്കാൻ ആർക്കാണ് അവകാശവും അധികാരവും ഉള്ളത്? ജനങ്ങൾക്കാണ് അവകാശം, ജനങ്ങൾക്കാണ് അധികാരം എന്ന ആറന്മുള കാട്ടിക്കൊടുക്കാൻ പോവുകയാണ്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അനുവാദം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഈ പദ്ധതി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അതിരപ്പള്ളി പദ്ധതിക്ക് 2 or 3 പ്രാവശ്യം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അനുവാദം കൊടുത്താണ്, നടന്നിട്ടേ ഇല്ല. ഇപ്പോൾ പോസ്കോ അതിഭയങ്കരമായ സമരത്തിന്റെ പാതയിലേക്ക് നിൽക്കുകയാണ്. ജനങ്ങളുടെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ കേന്ദ്ര ഭരണകൂടത്തിന്റെയും KGS എന്ന കോർപ്പറേറ്റ് മേലാളന്മാരുടെയും സ്വപ്നങ്ങളെല്ലാം തകർന്നു വീഴുന്ന കാഴ്ചയായിരിക്കും ആറന്മുളയിൽ കാണാൻ പോകുന്നത്. അന്തിമ സമരത്തിന് ജനങ്ങൾ തയ്യാറെടുത്തിരുന്നു. ഇപ്പം ജനങ്ങൾക്കറിയാം അവരുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. വിമാനത്താവളത്തിന്റെ ഇതും വിമാനം വന്നിറങ്ങുന്നതിൻ്റെ ഒരു ഇതെല്ലാം കണ്ടിട്ട് വിമാനത്താവളത്തിന്റെ നാട്ടുകാരാണ് എന്ന് പറഞ്ഞാൽ കുടിവെള്ളം ഇല്ലാത്തവരാണ് എന്ന് പറഞ്ഞാൽ അവർ ജീവിതം ഇല്ലാതാവുകയാണെന്ന് തിരിച്ചറിയാവുന്നുള്ളത് കൊണ്ട് ഈ അഴിമതിയുടെ പദ്ധതിക്ക് വേണ്ടിയിട്ട് നിന്നു കൊടുക്കാൻ തയ്യാറല്ല എന്ന് ആറന്മുള ജനങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ മതവിഭാഗത്തിൽപ്പെടുന്നവരുടെയും ജനത ഒന്നാകെ ഇത് ഇന്ത്യയിൽ വേറെ അങ്ങനെ അധികം കാണാൻ കഴിയാത്തൊരു കൂട്ടായ്മ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് ആറന്മുളയിൽ. ആറന്മുള വിമാനത്താവളം എന്ന് പറഞ്ഞാൽ അഴിമതി നിറഞ്ഞ ഒന്നാണെന്ന്, ജനതയെ തകർക്കുന്നതാണ് എന്ന്, ആയിരക്കണക്കിന് ആൾക്കാരെ കുടിയൊഴിപ്പിക്കുന്നതാണ് എന്നും, റോഡ് വികസനം പോലുള്ള പദ്ധതികൾ വീണ്ടും വന്നാൽ അവിടെയുള്ള കച്ചവടക്കാരെയും റോഡിൻ്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവർ ഉൾപ്പെടെ പറിച്ചറിയാൻ പോകുന്നതാണ് എന്ന്, ഇതൊരു വിഭാഗത്തെ മാത്രമല്ല എന്ന് ആ എൻ്റയർ ആറന്മുള പ്രദേശവാസികൾക്ക് മുഴുവൻ ദോഷം ചെയ്യുമെന്ന് തിരിച്ചറിയപ്പോഴാണ് ആറന്മുള ജനങ്ങൾ ഒറ്റക്കെട്ടായി സമരരംഗത്തേക്ക് നിൽക്കുന്നത്. ആറന്മുളക്കാർക്ക് വേണ്ടാത്ത ഈ വിമാനത്താവള പദ്ധതി ഒരുപറ്റം വ്യവസായ ലോബികളെ സഹായിക്കുവാനും പാവപ്പെട്ട ഒരു ഗ്രാമജനതയുടെ അന്നവും കുടിവെള്ളവും മുട്ടിക്കുവാനും മാത്രമേ പ്രയോജനപ്പെടൂ എന്നുള്ളത് പകൽ പോലെ വ്യക്തം. ഒരു നാടിൻ്റെ തന്നെ ജലസ്രോതസ്സായിരുന്ന കോഴിത്തോട് മണ്ണിട്ട് നികത്തിയത് മൂലം ഒരു പ്രദേശമാകെ വേനലിന് മുമ്പ് തന്നെ ദാഹജലത്തിനായി നെട്ടോട്ടമോടുകയാണ്. ഇവിടേക്ക് കെട്ടിക്കിടക്കുന്ന വെള്ളം, ഈ വെള്ളമാണെന്ന് വരിയില്ലേ ഇപ്പോൾ ദൂഷിച്ച് നാശമായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ വിമാനത്താവളം വന്നു കഴിഞ്ഞ് അത് കുറേ അധികം അങ്ങ് ഉയർത്തി കഴിയുമ്പോൾ ഈ സമീപ പ്രദേശത്ത് കിടക്കുന്ന ഞങ്ങളുടെ ഓരോ വീടുകളുടെയും മേൽക്കൂര വരെ വെള്ളം കൊണ്ട് നിറയും. വെള്ളം പൊങ്ങിയാൽ ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ പ്രദേശങ്ങൾ മുഴുവനും വെള്ളത്തിനടിയിലായി പോകും. ഈ ജനങ്ങളെയും ഈ കുഞ്ഞുങ്ങളെയും ഈ നാൽക്കാലികളെയും ഈ മനുഷ്യരെയും എല്ലാം എങ്ങോട്ട് കൊണ്ടുപോകും? എവിടെ കൊണ്ട് പാർപ്പിക്കും? ഈ ലോകം മുഴുവനും ഇന്ന് സമരത്തിലാണ്, ഈ കേരളം മുഴുവൻ ഇന്ന് സമരത്തിലാണ്. എന്തുകൊണ്ട്? ഈ സർക്കാരിൻ്റെ പിടിപ്പില്ലായ്മ കൊണ്ടാണ്. പ്രകൃത്യാ ഉണ്ടായി വന്ന ചാലുകൾ പുനർനിർമ്മിക്കുവാൻ ഇത് നശിപ്പിച്ചവർക്ക് കഴിയുമോ? അരിയാഹാരം ശീലമാക്കിയ കേരളീയ ജനതയ്ക്ക് ഇന്ന് കൃഷിഭൂമിയുടെ ലഭ്യതക്കുറവ് കൊണ്ടും കാർഷിക മേഖലയിലെ വിലത്തകർച്ച കൊണ്ടും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. തകർന്നു പോയ ഈ കാർഷിക സംസ്കൃതിയെ പുനരുജ്ജീവിപ്പിച്ച് കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ സർക്കാരുകൾ മുന്നിട്ടിറങ്ങിയാൽ സാധിക്കാവുന്നതേയുള്ളൂ. ആറന്മുളയിൽ സർക്കാരുകൾ എന്തുകൊണ്ട് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൂടാ എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. അരിയെ പ്രധാന ആഹാരമായി കാണുന്ന കേരളീയരെ ഇന്ന് മറ്റ് അന്യ സംസ്ഥാനങ്ങളുടെ സഹായമില്ലായെങ്കിൽ ആഹാരം കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ്. ആറന്മുളയിലെ ഈ പ്രദേശം ഭഗവാന്റെ പുത്തരിക്കണ്ടമായിരുന്നു. ഇവിടെ നിറയെ നെല്ല് വിളഞ്ഞ് പൂത്തു ഉലഞ്ഞു നിന്നിരുന്ന ഒരു മനോഹരമായ നെൽപ്പാടമായിരുന്നു. ഈ നെൽകൃഷി ഇല്ലാതായത് ഇതേമാതിരിയുള്ള വികലമായ ചില വികസന പദ്ധതികളുടെ പേരിലാണ്.
വികസനങ്ങൾ എപ്പോഴും ഉപകാരപ്രദമായിരിക്കണം, ജനജീവിതത്തെ സന്തുഷ്ടിപ്പെടുത്തുന്നതും ജനജീവിതത്തിന് ഉപകാരപ്രദവുമായ വികസനമായിരിക്കണം. നേരെ മറിച്ച് ഏതാനും ചില ആൾക്കാർക്ക് വേണ്ടിയിട്ടും അവരുടെ സുഖത്തിന് വേണ്ടിയിട്ടുള്ള വികസനം നടപ്പിലാക്കുമ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർ അതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ 7.5 ലക്ഷം ഹെക്ടർ ചതുരശ്ര ഏക്കർ നെൽകൃഷി ഉണ്ടായിരുന്നു. ഇന്ന് അത് ഏതാണ്ട് 2.5 ലക്ഷത്തോളമായി കുറഞ്ഞിരിക്കുകയാണ്. ഈ തലതിരിഞ്ഞ വികസനത്തിൻ്റെ പേരിൽ നെൽപ്പാടങ്ങളും പുഞ്ചകളും ഒക്കെ തന്നെ മണ്ണിട്ട് നികത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലെ നെൽകൃഷി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അവശേഷിക്കുന്ന നെൽകൃഷി നിലനിൽക്കുന്ന കുറേ പ്രദേശം കുട്ടനാടാണ്. ഈ കുട്ടനാടിലെ നെൽകൃഷി നിലനിൽക്കുന്നത് പമ്പാ നദിയിലെ ജലം ലഭിക്കുന്നത് കൊണ്ടാണ്. പമ്പയിൽ വെള്ളം ഉണ്ടാകുന്നത് ഇതേപോലെ ഈ പദ്ധതി പ്രദേശത്തെ പോലെ നിരവധി സ്ഥലങ്ങളിലെ അരുവികളിലും തോടുകളിലും ചാലുകളുമൊക്കെ ഈ പമ്പാ നദിയിലേക്ക് ജലം ഒഴുകി വന്നിട്ട് അവിടെ ജലം നിറയുന്നത് കൊണ്ടാണ്. ഇങ്ങനെ പമ്പയിലേക്ക് ജലം ഒഴുകി വരുന്ന തോടുകളും അരുവികളും ചാലുകളും ഒക്കെ മണ്ണിട്ട് നികത്തുന്നതോട് കൂടിയിട്ട് പമ്പയിലെ ജലവിധാനം താഴുകയും ഭാവിയിലെ കുട്ടനാടിലെ നെൽകൃഷി ഇല്ലാതാവുകയും ഇങ്ങനെ രൂക്ഷമായ ഭക്ഷ്യ പ്രതിസന്ധിയിലേക്ക് ഈ നാട് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പം അങ്ങനെ കൃഷിക്കും ഈ നാട്ടിലെ ജനജീവിതത്തിനും ഗ്രാമീണ സംസ്കാരത്തിനുമെല്ലാം ദോഷകരമായ ഈ വിമാനത്താവള പദ്ധതി ഇവിടെ നിന്ന് മാറ്റിയിട്ട് സൗകര്യപ്രദമായ മറ്റു സ്ഥലമുണ്ടല്ലോ, അവിടേക്ക് ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള പരിശ്രമം ഉണ്ടാവണം. ആറന്മുളക്കാരും തന്നെ വ്യവസായങ്ങൾക്കെതിരല്ല. വ്യവസായങ്ങൾ രാജ്യപുരോഗതിക്ക് ആവശ്യമായ ഘടകമാണ്. എന്നാൽ അത് ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെ വിനാശത്തിലേക്ക് വഴിവെക്കുന്നതായിക്കൂടാ. ഈ വിമാനത്താവളത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ജനങ്ങളുടെ വിശ്വാസം ധ്വംസിക്കുക. ഇത് മാത്രമാണ്. ഇതൊരു ലക്ഷ്യമാണ്. വേറെ പല ലക്ഷ്യങ്ങളുമുണ്ട്, അത് വേറെ ആസ്പെക്റ്റാണ്. ഇവിടുത്തെ പ്രകൃതി ധ്വംസിച്ച് പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കി തീർത്ത് കുടിവെള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ വേറെയുണ്ട്. അവിടുന്ന് ആളുകളെ മുഴുവൻ തന്നെ കുടിയൊഴിപ്പിച്ച് അവരുടെ ജീവിതം ശിഥിലമാക്കുക, അതൊക്കെ വേറെ വേറെ പ്രശ്നങ്ങളാണ്. എല്ലാ പ്രശ്നങ്ങളും വേറെ വേറെയാണ്. സാമൂഹ്യ പ്രശ്നം വേറെയാണ്, പാരിസ്ഥിതിക പ്രശ്നം വേറെയാണ്. ഇത് ഞാൻ പറയുന്നത് വിശ്വാസ സങ്കല്പങ്ങളുടെ പ്രശ്നമാണ്. ഇത് ഒരു പൗരൻ്റെ വിശ്വാസം ധ്വംസിക്കാൻ ആരെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ ഇന്ത്യൻ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനമാണ്, ദേശദ്രോഹപരമായ പ്രവർത്തനമാണ്, ഒരു പൗരൻ്റെ മൗലിക സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള കടന്നാക്രമണമാണ്, അവൻ്റെ മതസ്വാതന്ത്ര്യം, അവൻ്റെ ആരാധനാ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കയ്യേറ്റമാണ്. KGS ഗ്രൂപ്പ് ഇവിടെ ചെയ്തിരിക്കുന്ന അതാണ്. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ ധ്വംസിക്കാൻ ഇടവരുത്തുന്ന വിമാനത്താവള പദ്ധതി അവിടെ ക്ഷേത്രവിശ്വാസികൾക്കാർക്കും അനുവദിക്കാവുന്ന കാര്യമല്ല. 52 കരകളിലായി കിടക്കുന്ന ഈ പള്ളിയോട ഗ്രാമങ്ങൾ എല്ലാം ഈ ഒറ്റക്കെട്ടായിട്ട് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് അണിനിരക്കും. ഒരു കാരണവശാലും ഈ വിമാനത്താവളം ഇവിടെ അനുവദിക്കുന്ന പ്രശ്നമില്ല. കുറച്ചു പേർക്ക് തൊഴിൽ ലഭിക്കുമെന്ന് പറഞ്ഞ് പ്രത്യക്ഷമായും പരോക്ഷമായും ഒരു വലിയ ജനവിഭാഗത്തെ കൊടും വിനാശത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇങ്ങനെയൊരു വിമാനത്താവളം ആറന്മുളയിൽ വേണമോ എന്ന് അധികാരികൾ പുനർവിചിന്തനം നടത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. പ്രകൃതിയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഇത്തരം വികസനങ്ങൾ എന്നും മനുഷ്യന് ദോഷം മാത്രമേ വരുത്തിയിട്ടുള്ളൂ എന്നുള്ളതും നാം മറക്കാതിരിക്കുക. മിച്ചഭൂമിയുണ്ടെങ്കിൽ അത് കണ്ടെത്തി ഭൂമിയില്ലാത്തവർക്ക് നൽകി ജനോപകാരപ്രദമായ നടപടികൾ സർക്കാരുകൾക്ക് നടത്തിക്കൂടെ? നമ്മുടെ നാട്ടിൽ നിലവിലുള്ള എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടുള്ള ഇത്തരം ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് പോയാൽ കേരളത്തിലെ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന ഒന്നായി ഇത് മാറും. എങ്ങനെ നമ്മുടെ നിയമങ്ങളെ എല്ലാം ലംഘിക്കാം എന്നതിൻ്റെ ഒരു ഉദാഹരണമായി ആറന്മുള പദ്ധതി മാറിക്കൊണ്ടിരിക്കുന്നു. അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് നല്ലതാണോ എന്ന് ഗൗരവമായി ആലോചിക്കണം. അതിനെക്കുറിച്ചൊരു നിലപാട് ജനങ്ങളെടുക്കണം, സർക്കാർ എടുക്കണം എന്നാണ് ഈ പദ്ധതിയെ എതിർക്കുന്ന ജനങ്ങൾക്ക് പറയാനുള്ളത്. വിശ്വാസവും ആചാരങ്ങളും പ്രകൃതിയും ഒക്കെ നശിപ്പിച്ച് ചിലരുടെ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി മാത്രം ഇവർ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ വരുന്ന തലമുറയോട് ചെയ്യുന്ന കൊടിയ ക്രൂരതയാണ്. ഇതും മറക്കാതിരിക്കുക. ജനകീയ സമരങ്ങളെ ചെറുത്തു തോൽപ്പിക്കുവാൻ സർക്കാരുകൾക്കാകുമോ? ഞങ്ങൾ ജീവൻ പോയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജാതിപത നോട്ടമില്ല ഈ മല്ലപ്പഴശ്ശേരി ആറന്മുള കിടങ്ങന്നൂരായിട്ട്
ഞങ്ങൾ ജീവൻ പോയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞങ്ങൾ പിന്മാറുന്ന ഒരു പരിപാടി ഇല്ല. ഞങ്ങൾക്ക് ഇവിടെ വിമാനത്താവളം വേണ്ട. ആർപ്പുവിളിയും വഞ്ചിപ്പാട്ടും പള്ളിമണികളുടെ ഘോഷവും ഉയരേണ്ട മണ്ണിൽ ഉയരേണ്ടത് കാതടപ്പിക്കുന്ന വിമാനത്തിൻ്റെ ശബ്ദമല്ല.